രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം. രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. രാഹുൽ അതിജീവിതയോട് അപമര്യാദയായി പെരുമാറിയെന്നും അതാണ് യുവതിയെ മുഖ്യമന്ത്രിയുടെ മുൻപിൽ എത്തിച്ചതെന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചു. രാഹുലിനെതിരെ കൂടുതൽ നടപടിയെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. രാഹുലിനെതിരെ യുവതി പരാതിയുമായി എത്തിയത് CPIM സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് UDF നേതാക്കൾ ആരോപിക്കുന്നു. പ്രതികരണങ്ങൾ കാണാം. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പക്ഷെ അതിനുശേഷം വടി കൊടുത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഇരയെ ആക്രമിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം രാഹുലിനല്ലാതെ മറ്റാർക്കുമില്ല. അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. കെ സുധാകരൻ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്നോരോന്ന് മാറി പറയുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ KPC പ്രസിഡന്റ് മാറ്റിയത്. കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത്. കേസ് പെട്ടെന്ന് ഒരു കേസുമായിട്ട് വന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് ഇനി ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സസ്പെൻഷൻ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകണമെങ്കിൽ ആ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഇതിൽ തുടർന്നൊന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാനില്ല. പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ട KPC പ്രസിഡന്റാണ്. അതാണ് ഫൈനൽ. അതിന് എതിരായിട്ട് തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് മാത്രമേ അവകാശമുള്ളൂ. CPM ഇന്ന് നേരിടുന്ന ഈ നേതാക്കളുടെ അറസ്റ്റ് കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഈ അതിജീവിതയുടെ പുറത്ത് സമ്മർദ്ദമുണ്ടായി കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പോലീസിൻ്റെയോ പാർട്ടിക്കാരുടെയോ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ പരാതി കൊടുത്തത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അതിനകത്ത് വിധി എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കും. ഇതെല്ലാം ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പെൺകുട്ടി നടത്തിയ പരാമർശം കളവാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. 101% ഞാൻ പറയുന്നു, ഇരകളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പുറകോട്ടുള്ള യാത്രയില്ല. ഇപ്പോൾ ഉള്ള കാര്യം അത് കിട്ടിയ ഇരയല്ലേ, കിട്ടിയ ഇരയാണല്ലോ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇരയെ കിട്ടിയിരിക്കുന്നു. ആ ഇരയെ മുതലാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങളെ നിയമത്തിന്റെ വഴിക്ക് പോകും. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അല്ലല്ല, അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല. ഔദ്യോഗികമായ ഒരു പരിപാടിയിലും ഇല്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതേ സംബന്ധിച്ച് ആദ്യം മുതലേ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അതൊക്കെ വരട്ടെ. ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ, നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സമില്ലല്ലോ. ഇത്തരത്തിലെ വിവാദങ്ങളും വിഷയങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്ന സമയത്താണ് കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത്. പിന്നെ ഏത് ഫോറത്തിൽ നിങ്ങൾ കണ്ടത്? ഒരു ജനപ്രതിയായിട്ടുള്ള ഇരിക്കുന്ന ആളാണ് അയാൾ. അദ്ദേഹം പല ആളുകളും കണ്ടിട്ടുണ്ടാവും, പലരെയും അഭിവാദ്യം ചെയ്തിട്ടുണ്ടാവും. പാലക്കാട്ട് സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഋഷിപാൽ, തികച്ചും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ കോൺഗ്രസിലെ വിവിധ നേതാക്കളിൽ നിന്ന് വരികയാണ്. രമേശ് ചെന്നിത്തല ഉറച്ച നിലപാട് വ്യക്തമാക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ കുറച്ചുകൂടി ഷാർപ്പായ പ്രതികരണം നടത്തുകയാണ് ഇന്ന്. പക്ഷേ അടൂർ പ്രകാശ് നേരത്തെയും രാഹുൽ മാങ്കുട്ടത്തിന് പിന്തുണ നൽകുന്ന രൂപത്തിൽ ഇന്നിപ്പോൾ ഇരയെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിലൊരു ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. തീരുമാനം കേരളത്തിലെടുക്കണം, KPCCക്ക് ആകാമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തീരുമാനത്തിലുള്ള സാധ്യത എങ്ങനെയാണ് അറിയാനാകുന്നത്? ഋഷിപാൽ, ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എത്തിയിട്ടില്ല. കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് കെ സുധാകരൻ പരസ്യമായി തന്നെ രാഹുൽ മാങ്കുട്ടത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചതാണ്. ഇപ്പോൾ UDFന്റെ കൺവീനറായ അടൂർ പ്രകാശ് പരസ്യ നിലപാട് സ്വീകരിക്കുന്നു. മുൻ KPC അധ്യക്ഷരായ MM ഹസൻ സമാന നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിൽ ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം. രാജ്മോഹൻ ഉണ്ണിത്താനാണ് പരസ്യമായി
ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൗനം തുടരുകയാണെങ്കിലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്ന പ്രധാനികളിൽ ഒരാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെ കുറച്ച് നേതാക്കളെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടി കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെ രാഷ്ട്രീയം ബോധ്യമായി തന്നെയാണ് അവർ നിലപാടെടുക്കണമെന്ന് പറയുന്നത്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം അത് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു എന്ന വിലയിരുത്തലിലേക്ക് ഒരു വിഭാഗം നേതാക്കൾ എത്തുന്നു. ഇതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനൊപ്പം വി എം സുധീരൻ അടക്കമുള്ള മുൻ KPC അധ്യക്ഷന്മാരുണ്ട്. അവർക്കൊക്കെ സമാന നിലപാടാണ്. പ്രതിപക്ഷ നേതാവിന്റെ സമാന നിലപാട് തന്നെയാണ് അവരും സ്വീകരിക്കുന്നത്. ഇത്തരക്കാരെ ഒരു കാരണവശാലും സംരക്ഷിക്കരുത്. അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോലും നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ എതിരാളികൾ അത് ആയുധമാക്കും. എതിരാളികൾക്ക് ആയുധം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്ന ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ സമാന നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ പറയുന്നു. പക്ഷേ അവർ പരസ്യ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രം. പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയടക്കം സമാന നിലപാടാണ്. അവരൊക്കെ പരസ്യമായി പറയുന്നില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നു. കാരണം ഒന്നിൽ കൂടുതൽ ഇരകൾ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതുകൊണ്ട് ഇനി ആ പെൺകുട്ടികൾ കൂടി പരാതിയുമായി വരാനുള്ള സാധ്യത കൂടെ മുഖവിലക്കെടുക്കുന്നു. ഇനി ഈ പെൺകുട്ടി രാഹുൽ ഗാന്ധിക്ക് അടക്കം നൽകിയ പരാതിയുണ്ട്. ആ പരാതിയിൽ രാഹുൽ ഗാന്ധി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനമാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനും പരാതി നൽകിയിട്ടുണ്ട്. അതിനൊപ്പമാണ് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഈ യുവതി പരാതി നൽകിയത്. ഈ പരാതികളിൽ ഈ നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഇനി നിർണായകം. സ്മൃതി. ശരി, റോഷിബാലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.